അസാധ്യമല്ല. 295 ആണെങ്കിൽ പോലും അസാധ്യമല്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും തന്നെയും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ രാജ്യം നോക്കുക, എത്ര കോടി ജനങ്ങളാണ് അരുൺ വോട്ട് ചെയ്യുന്നത്. അത്രയും കോടി ജനങ്ങളിൽ നിന്ന് എടുക്കുന്ന ചെറിയ സാമ്പിളുകളിലാണ് എക്സിറ്റ് പോൾ ഫലം വരുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു 12 മണിയോടുകൂടി മാത്രമേ നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ട്രെൻഡ് നമുക്കൊരു 12 മണിയോടുകൂടി കൃത്യമായിട്ട് പ്രവചിക്കാം. നമുക്ക് രാജ്യം ആര് ഭരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ ട്രെൻഡ് നമ്മുടെ മുന്നിലുണ്ടാകും. മാത്രമല്ല എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഒരു റീസൺ മുന്നോട്ട് വെക്കുന്നില്ല, ഒരു ലോജിക്ക് മുന്നോട്ട് വെക്കണമല്ലോ. ഏതായാലും ഇപ്പോൾ ഒരു 350 മുതൽ 400 വരെ അല്ല, അങ്ങനെ ഒരു മോദി തരംഗം ഉണ്ടെങ്കിൽ അത് വിസിബിൾ ആയിരിക്കണം. ശരി, നരേന്ദ്രമോദി അങ്ങനെയാണ്. നരേന്ദ്രമോദി എന്ന ഒരു ഒറ്റ വിഷയം മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും മനുഷ്യർ ഈ പോളിംഗ് ബൂത്തിൽ ഈ ഉഗ്രമായ ഉഷ്ണതരംഗത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ട കാര്യം എന്താ? മോദിക്ക് വീണ്ടും വീണ്ടും അവസരം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നാ പോയി. അവിടെ എനിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മോദിക്ക് ഇപ്പോൾ നൽകുന്ന സീറ്റുകളുണ്ടല്ലോ, അതായത് 340 പ്ലസ് BJPക്ക് മാത്രം ഞാൻ പറയുന്നത്, BJPക്ക് മാത്രം ആക്സിസ് മൈ ഇന്ത്യ പോലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത് 340. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലില്ല. ചുരുങ്ങിയത് 6 കാരണങ്ങൾ കൊണ്ടെങ്കിലും ഇത്തവണ മോദി ഈ കഴിഞ്ഞ തവണത്തേക്കാൾ നില കുറയ്ക്കാനാണ് സാധ്യത എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് CSDS തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഈ രാജ്യത്ത് മൊത്തമുള്ള അടിസ്ഥാന വർഗ്ഗങ്ങളിൽ അവരുടെ ജനജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. മൂന്നാമത്തതായി BJPക്ക് മോദിയല്ലാതെ മറ്റൊരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. 4, പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണിയിൽ കാണുന്ന വലിയൊരു ഉണർവും ഒപ്പം തന്നെ SP-യുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതും നരേന്ദ്രമോദിക്ക് ബദലായി ആര് എന്ന ചോദ്യത്തിനൊരു ഉത്തരമുണ്ടായിരിക്കുന്നതും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇതുമാത്രവുമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്ന സുപ്രധാനമായ 2 വിധികൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അഴിമതി വിരുദ്ധമാണ് ഈ സർക്കാർ എന്ന പ്രതിച്ഛായ തന്നെ മാറ്റി എഴുതിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ടിന്റെ സുപ്രധാനമായ സുപ്രീം കോടതി വിധി വന്നതടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ വരവടക്കം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ പ്രയോഗിക്കാവുന്ന എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചു കഴിഞ്ഞു. ആവനാടിയിൽ ഇനി കാര്യമാണ് പറയട്ടെ, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ്. ആവനാടിയിലെ എല്ലാ അസ്ത്രവും എടുത്ത് ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പുറകിലോട്ടും എല്ലാം ഇത് വിട്ടു. അതെല്ലാം നരേന്ദ്രമോദി ഒറ്റയ്ക്ക് നിന്ന് തടുത്തിട്ടുണ്ടെങ്കിൽ ആ മോദി ഗ്യാരണ്ടി 10 മണി തൊട്ട് ഉണ്ണിസാർ കാണാൻ പോവാണ്. ഉണ്ണിസാറെ, ആവനാഴിയിൽ നിങ്ങൾക്ക് ഇനി അമ്പുകളൊന്നുമില്ല. ആവനാഴി ശൂന്യം. ശരി, ആവനാഴിയിലെ അമ്പുകൾ എല്ലായിടത്തേക്കും വിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദി ആദ്യം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഈ പറയുന്ന ഫണ്ട് നിരോധിക്കുക, ഫണ്ട് ഫ്രീസ് ചെയ്യുക, പ്രതിപക്ഷ എംപിമാരെയൊക്കെ കൂട്ടത്തോടുകൂടി പാർലമെന്റിൽ 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് അകത്തിടുക, അധികാരമില്ലാത്ത പ്രതിപക്ഷത്തിന് എന്ത് വിക്ഷേപിക്കാനാണ്? മോഡി അങ്ങേയറ്റം ഭയന്നിട്ട് പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ട് നിരോധിച്ചു. അതുപോലെ തന്നെ 2 മുഖ്യമന്ത്രിമാരെ പിടിച്ച് അകത്തിട്ടു. എല്ലാ പ്രതിപക്ഷ എംപിമാർക്കും എതിരെയും എങ്ങനെയൊക്കെ കുതിരക്കച്ചവടം നടത്താമോ, ED ഉപയോഗിച്ച് പാർട്ടികളെ ഭിന്നിപ്പിക്കുക, CBI ഉപയോഗിച്ച് പാർട്ടികളെ ഭിന്നിപ്പിക്കുക, ഇങ്ങനെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് 2024 നരേന്ദ്രമോദി എന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് ആത്മവിശ്വാസമുള്ളൊരു നേതാവിന്റെ പ്രകടനമല്ല. ജനത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രതിപക്ഷം ഇത്തവണ വളരെ നന്നായി തന്നെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ സങ്കീർണമായ വിഷയങ്ങളല്ല, റഫാൽ പോലുള്ള വിഷയങ്ങളൊന്നുമല്ല, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നത്. അത് ജനം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് വോട്ടാകും. മറിച്ച് അപ്പുറത്ത് ഒരുപാട് നുണക്കഥകൾ ഒരിടത്ത് പറയുന്നു, മറ്റൊരിടത്ത് മാറ്റി പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നിങ്ങളുടെ താലിമാല മോഷ്ടിക്കാനാണ് പ്രതിപക്ഷം ഇവിടെ മത്സരിക്കുന്നതെന്ന് പറയുന്ന ഗതികേടിലേക്ക് ഈ രാജ്യം എത്തി എന്നുള്ളത്. അത് മാത്രമല്ല, ഗാന്ധിജിയെ അറിയാത്ത പ്രധാനമന്ത്രി, അതെ, അറിയാത്ത പ്രധാനമന്ത്രി എപ്പോൾ പറഞ്ഞു മാഡം? അറിയില്ല എന്നല്ല പറഞ്ഞത്. ഹിന്ദി മനസ്സിലാക്കണം. ഹിന്ദി സുഗമ ഹിന്ദി മസാല പോരാ, ഹിന്ദി അറിയണം. ഹിന്ദി അല്ല സാർ, ഹിന്ദി സാറിന്റെ കിണ്ടി കമഴ്ത്തി വെക്കാം. 1982 രാജ്യത്തെ ജനം അറിഞ്ഞത് എപ്പോഴാണ്? ഗാന്ധി സിനിമ കഴിഞ്ഞ ശേഷമാണ്. റിച്ചാർഡ് ആറ്റൻബറോയ്ക്ക് ശേഷമാണ് ഗാന്ധിയെ കണ്ടത് എന്ന ലോകം കേട്ടതാണ്. ലോകം കേട്ടതാണ്, ഞാൻ കേട്ടതാണ്. 7 മണി കഴിഞ്ഞ് വിജയ്ക്ക് കുറച്ചുകൂടെ ഹിന്ദി പഠിക്കേണ്ടതുണ്ട്.
ഉണ്ട്. ഇനി 27 സുജയ ഹിന്ദി പഠിപ്പിക്കാൻ വരണ്ട, മാഡം ഹിന്ദി പഠിക്കൂ. ഇത് എനിക്ക് നന്നായി അറിയാം. സുജയ്ക്ക് എനിക്ക് ഹിന്ദി നന്നായി അല്ല. അറിയാം. Right. ഇത് ഹിന്ദി, രാഷ്ട്രഭാഷ ഹിന്ദി. ആ. Right. അത് പ്രകാരം നമ്മൾ രാഷ്ട്രത്തിന്റെ ഭാഷ ഹിന്ദി, അതും അംഗീകരിക്കൂ. 1900 നോക്കൂ, രാഷ്ട്രത്തിന് അങ്ങനെ ഏകശിലാത്മകമായ ഒരു ഭാഷ രാഷ്ട്രഭാഷ എന്ന് താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്? താങ്കൾ സംസാരിച്ചുകൊണ്ട് മലയാളത്തിലല്ലേ ആ, രാഷ്ട്രം താങ്കൾ- സംസാരിക്കും. അല്ല, താങ്കൾ നോക്കൂ, രാഷ്ട്രഭാഷ ഒരു നിമിഷം എന്ന് നോക്കൂ, ഇനി ഈ അവശേഷിക്കുന്ന